നീട്ടി എല്ലാ കരങ്ങളും അതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ EK ഷേണായി അടക്കമുള്ള മറ്റ് കർത്തൃദാസന്മാരെ അവരുടെ ടീം പ്രവർത്തനങ്ങളെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള നിരവധി മീറ്റിങ്ങുകൾ വിവിധയിടങ്ങളിൽ അവർ സംഘടിപ്പിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുന്നു, ദൈവവചനം വിളിച്ചറിയിക്കുന്നു. ചെറിയ ഒരു മുറ്റത്ത് കൺവെൻഷൻ പോലും നടത്തുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള നൂറുകണക്കിന് കൺവെൻഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർക്ക് നടത്തുവാനിടയായി. വർഷത്തിൽ 1 or 2 മാത്രമല്ല, പല കൺവെൻഷനുകൾ വിവിധ ഇടങ്ങളിൽ നടത്തി കർത്താവിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ ഈ ഗോസ്പൽ ടീമിനെ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിവിധ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഉള്ള പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് സംഘടിപ്പിച്ച് ഇങ്ങനെയുള്ള മീറ്റിംഗ് ക്രമീകരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അനേക സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ ക്രമീകരിപ്പാൻ ഈ ഗോസ്പൽ ടീമിനെ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ വർഗീസ് എബ്രഹാം റാന്നി അവറുകളാണ്. അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കോട്ടയത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിവിധ രാജ്യങ്ങളിലും കടന്നുപോയി കർത്താവിൻ്റെ ദൈവവചനം വിളിച്ചറിയിക്കുന്ന, ദൈവം ഈ നാളുകളിൽ ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പാസ്റ്റർ വർഗീസ് എബ്രഹാം. കർത്താവിൻ്റെ ദാസനാണ്. ഇന്ന് രാത്രി ദൈവവചനം സംസാരിക്കുന്ന വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം. ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്കായി ബഹുമാനപ്പെട്ട പാസ്റ്റർ വർഗീസ് എബ്രഹാം. മഹത്വമുള്ളവയിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, വിശേഷ്യ ഇന്ന് രാത്രി ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന IPC കൈതമറ്റം സഭയുടെ ശുശ്രൂഷകനായ ബഹുമാന്യ ദൈവഭൃത്യൻ പാസ്റ്റർ വിൻസി ഫിലിപ്പ്, ഈ ആത്മീയ പ്രവർത്തനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ചുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ദൈവഭൃത്യന്മാർ, ഈ ടീമിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഷേണായി പാസ്റ്റർ ഉൾപ്പെടെയുള്ള അനുഗ്രഹീതരായ സഹോദരങ്ങൾ, പ്രാർത്ഥനാപൂർവം നമുക്കിന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിലിരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് ആയുസിൻ്റെ പദവിയാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം ഈ ഉച്ചഭാഷണിയുടെ, ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ശ്രദ്ധ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ വേദപുസ്തകം തുറക്കാം. സമയം വളരെ മുൻപോട്ട് പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ആമുഖ വിശകലനങ്ങൾ കൂടാതെ ദൈവവചനത്തിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. തികച്ചും ഏകാഗ്രതയോടെ ദൈവത്തിൻ്റെ ദിവ്യമായ സന്നിധാനത്തിൻ്റെ ചിന്തയോടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം, പരിശുദ്ധാത്മാവിൻ്റെ രാത്രിയിൽ ആ വേദഭാഗത്തിലൂടെ എൻ്റെ മുൻപിലിരിക്കുന്ന സദസ്സിനോട് ഇടപെടട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം വായിച്ചാട്ടെ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ചേർന്ന് 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരിൽ നിന്ന് പ്രാർത്ഥന ഉയരണം. സുവിശേഷ തൽപരരായ ആത്മനിയോഗം പ്രാപിച്ച സകല ദൈവമക്കളുടെയും നാവിൽ പ്രാർത്ഥന ഒരുപോലെ ഉയരണം. ഇത് മിച്ചപ്പണം ചെലവഴിക്കാൻ വെച്ച യോഗമല്ലല്ലോ, ഇത് പണത്തിൻ്റെ തള്ളിക്കയറ്റത്തിൽ വെച്ച ഒരു പ്രകടനമല്ലല്ലോ. ചില ആത്മാക്കളുടെ വിടുതൽ ഇന്ന് രാത്രിയിൽ സംഭവിക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ പേർ ജീവൻ്റെ പുസ്തകത്തിലുണ്ടെന്നും ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കും എൻ്റെ നിത്യവിശ്രമമെന്നും ബോധ്യമുള്ള ദർശനം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ
കരങ്ങൾ ഉയർത്തി ദേശത്തിൻ്റെ വിടുതലിനായി ഈ രാത്രിയിൽ സുവിശേഷ പ്രഭാഷണം ചില ആത്മാക്കളുടെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയായി തീരാൻ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യെസ്, എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ മേഖലയിൽ ദൈവസാന്നിധ്യം ഇന്ന് രാത്രിയിൽ പ്രതിഫലിക്കട്ടെ. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ ഇന്ന് രാത്രിയിൽ നിഴൽ വിരിക്കട്ടെ. പൈശാചിക ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ചില ആത്മാക്കൾ ഈ രാത്രിയിൽ വചനത്തിൻ്റെ വ്യാപാര ശക്തിയാൽ നിത്യജീവനിലേക്ക് കടന്നു വരുന്ന രാത്രിയാകട്ടെ. അതിനെതിരെ ഉയരുന്ന പൈശാചിക അടിച്ചമർത്തലുകളുടെ മേൽ എൻ്റെ മുൻപിലിരിക്കുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ ജയമെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാവിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കട്ടെ. ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഈ രാത്രി ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമം ചൊല്ലി ഞങ്ങൾ ഇന്ന് രാത്രി ഈ സദസ്സിനെ അനുഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ അലയടിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം വായിച്ചാട്ടെ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ജീവന്റെ വചനം ഓർത്ത്, ഇതിന്റെ സത്യസന്ധത ഓർത്ത് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? ആ പുസ്തകം ഒന്ന് കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാമോ? ആ പുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിരസുന്നമിപ്പിച്ച ധൈര്യത്തോടെ ആ കരങ്ങൾ ഉയർത്തി ഈ വചനം കൈകളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാൻ കഴിയുമോ? ഇതുപോലെ ഒരു വിശിഷ്ട ഗ്രന്ഥവുമായി നമുക്കൊന്നിച്ച് ഈ പരസ്യ സ്ഥലത്തായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരം നമുക്ക് അപമാനമല്ല, ഇത് നമുക്ക് അഭിമാനമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധമതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം. എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന്, ഈശ്വരാസ്തിക്യത്തിൻ്റെ പ്രഖ്യാപിത രേഖകളെന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പരിശുദ്ധ തിരുവെഴുത്തിൻ്റെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം, ഇതെവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? ഞാൻ പറയാം. ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഒരു പിടി ആശയമല്ല. ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരാളത്വമാണ്. ലോകത്തിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ചു മരിച്ചു മൺമറഞ്ഞിട്ടുള്ളവർക്കെല്ലാം 3 അധ്യായങ്ങളെ ആയുസ്സിനുള്ളൂ. 1 ജനനം, 2 ജീവിതം, 3 മരണം. സോക്രട്ടീസ് ആകട്ടെ, പ്ലേറ്റോ ആകട്ടെ, അരിസ്റ്റോട്ടിലാകട്ടെ, ഭൂമിയിലെ ബുദ്ധിരാക്ഷസന്മാരോ യുഗപ്രഭാവന്മാരോ സമുദായ പരിഷ്കർത്താക്കളോ മത നേതാക്കന്മാരോ രാഷ്ട്രമീമാംസകന്മാരോ ആരുമാകട്ടെ, അവർക്കെല്ലാം മണ്ണിൽ പിറന്ന സകലർക്കും 3 അധ്യായം മാത്രം: ജനനം, ജീവിതം, മരണം. എന്നാൽ മരണാനന്തര ജീവിതത്തിൽ ഒരാൾക്ക് ഒരു വിശദീകരണം നൽകാൻ കഴിയുമെങ്കിൽ സമകാലീനരുടെ ഓർമ്മക്കുറിപ്പുകളല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കുമ്പോൾ
ഏത് ഡെഡ് ബോഡി കല്ലറയിൽ വെച്ചോ ആ ബോഡി തന്നെ ഉയർത്തെഴുന്നേറ്റു വന്ന് ചരിത്രം തുടർന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പരസ്യ സ്ഥലത്ത് ശിരസുയർത്തി പറയുന്നു, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഒരുപിടി ആശയമല്ല, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഒരാളത്വമാണ്. ഈ വിശിഷ്ട ഗ്രന്ഥം, ഇതിന്റെ സത്യസന്ധത എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, പ്രവചനങ്ങളിൽ മനുഷ്യൻ വിശ്വസിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം, യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന പടയാളികളുടെ ആത്മവീര്യം തകർക്കാൻ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ സന്യാസിയായ നോംസ്ട്രാംസിന്റെ പ്രവചനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് യുദ്ധത്തിന്റെ മുൻനിരയിൽ വിതരണം ചെയ്ത രാജ്യങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ രക്തച്ചൊരിച്ചിൽ നടക്കുമെന്ന്, മധ്യപൂർവ്വ പ്രദേശം എണ്ണക്കൊഴുപ്പിൽ കുതിച്ചുയരുമെന്ന്, അടുത്ത മഹായുദ്ധം ഒരു ന്യൂക്ലിയർ ദുരന്തമായിരിക്കുമെന്ന്, മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന് ഒക്കെ നോംസ്ട്രാംസ് പ്രവചിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു. എന്നാൽ ആർക്കും എവിടെയും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരുപടി പ്രവചനങ്ങൾ വിശദീകരിക്കുന്ന ഇതര ഗ്രന്ഥങ്ങളെക്കാൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിളിന്റെ അതുല്യതയോർത്താൽ നമുക്ക് കണ്ണടച്ച് വാപൂട്ടി ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരിക്കാൻ പറ്റില്ല. ഈ രാത്രി കരമുയർത്തി പറയും, ഇതുപോലെ ഒരു ഗ്രന്ഥം ചരിത്രം കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, സൂര്യതാപം ഇന്ന് ഉയരുകയല്ലേ? നിങ്ങൾ ഓർക്കണം, ഒരു കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര ഈ മണ്ണിൽ പെയ്തിറങ്ങുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പാട് വിശദീകരിക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക പരാമർശനമുണ്ട്. അന്ത്യകാലത്ത് ഭൂമിയിലെ താപനില എന്തായിരിക്കും? ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അടുത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, തീ കൊണ്ട് മനുഷ്യനെ ചുടത്തക്ക വിധം ഭൂമിമേൽ സൂര്യന് അധികാരം ലഭിച്ചു, മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഓർക്കണം, 9,30,00,000 മൈൽ അപ്പുറത്തു നിന്ന് കത്തിച്ചൊലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യന്റെ താപം യുഗത്തിന്റെ സന്ധ്യ വരുമ്പോൾ ഭൂമിയിൽ ക്രമാതീതമായി വർദ്ധിച്ചിട്ട് മനുഷ്യൻ സൺഷോക്കിനാൽ കത്തി വീഴുന്ന കാലമുണ്ടാകും എന്ന് എഴുതിയിരിക്കുന്ന ബൈബിൾ ഒരു കയ്യിലും സൂര്യതാപത്തിന്റെ വാർത്തകൾ എഴുതിയ പത്രം മറുകയിലും ഉയർത്തിപ്പിടിക്കുന്ന ദൈവത്തിന്റെ ജനം പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് അടുക്കൽ വാതുക്കൽ തന്നെ. 1914 മുതൽ 18 വരെ 1-ാം ലോക മഹായുദ്ധമുണ്ടായി. 100 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധമുണ്ടായി. 550 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. 5.5 കോടി പേർ കൊല്ലപ്പെട്ടു. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, അധികം താമസിക്കാതെ മറ്റൊരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ആ മഹായുദ്ധത്തിന്റെ അന്തിമ വിധിവേദി മധ്യപൂർവ്വ പ്രദേശമായിരിക്കും. ആ യുദ്ധത്തിന് മുൻനിരയിൽ നിൽക്കുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരിക്കും. ആ യുദ്ധത്തിന് ലക്ഷ്യം വയ്ക്കുന്ന സ്ഥലം പലസ്തീന്റെ മണ്ണായിരിക്കും. ലോകഗതിയുടെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായ മധ്യപൂർവ്വ പ്രദേശം ലോകഗതിയുടെ അധോഗതിയുടെ ചുടലക്കളമായി മാറുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച വിശുദ്ധ ബൈബിളിൽ അന്ന് അണ്വായുധം ഉപയോഗിക്കും എന്ന് വരെ എഴുതി വെച്ച ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇത് അനുഭവിക്കുന്ന ദൈവമക്കൾ പറയണം, ഇത് സങ്കല്പമല്ല, ഇത് അമ്മൂമ്മ കഥയല്ല, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം യാഥാർത്ഥ്യമായതുകൊണ്ട് ഞങ്ങൾ തല ഉയർത്തി പറയുന്നു, ഇത് സത്യമായി സംഭവിക്കും. ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ മനുഷ്യകുലത്തിന്റെ അന്തിമ ഡെസ്റ്റിനേഷൻ എന്താണ്? ഇതിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ അന്തിമ ഡെസ്റ്റിനേഷൻ എന്താണ് എന്നാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ വിശദീകരിക്കുകയാണ്, സുവിശേഷം അറിയിക്കുന്ന ക്രമീകരണങ്ങൾ നടക്കുമ്പോൾ അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിങ്ങളെല്ലാവരും ചേർന്ന്
ശബ്ദമുയർത്തി ഒന്ന് പറയണം, നിത്യനാശം എന്ന ശിക്ഷാവിധി. കാറും കൊണ്ട് വന്നാൽ ലോറിയും കൊണ്ട് പോകാം എന്ന പ്രസംഗമല്ല ഇന്ന് രാത്രി. നിത്യനാശം എന്ന ശിക്ഷാവിധി യാഥാർത്ഥ്യമാണോ? നിത്യനാശം എന്ന ശിക്ഷാവിധി സത്യമാണോ? വിശുദ്ധ ബൈബിൾ നിത്യനാശം എന്ന ശിക്ഷാവിധിയെ കുറിച്ച് എന്തു പറയുന്നു? പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ തിരുവഴുത്തിൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിൽ നിത്യനാശം എന്ന ശിക്ഷാവിധിയെ സംബന്ധിച്ച് ആധികാരികമായി പ്രസ്താവിച്ച ഒരുവനുണ്ടെങ്കിൽ അത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നസറേനായ യേശുവാണ്. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, യേശു ക്രിസ്തു ചരിത്ര പ്രസിദ്ധമായ തന്റെ ഗിരിപ്രഭാഷണം അവതരിപ്പിക്കുമ്പോൾ ആദ്യത്തെ അനുഗ്രഹ വചനങ്ങളിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഭാഗ്യവചനങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള നിരന്തര പരാമർശനങ്ങൾ നൽകുമ്പോൾ തന്നെ ഒരു ഹൈവേയുടെ വശത്ത് മുന്നറിയിപ്പിന്റെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പോലെ നാഥൻ 11 പ്രാവശ്യം ആവർത്തിച്ചോർപ്പിച്ച ഒരു പ്രമേയമുണ്ട്. അത് നിത്യനാശം എന്ന ശിക്ഷാവിധിയുടെ പ്രമേയമാണ്. നിങ്ങൾക്കറിയാമോ ബൈബിൾ എന്താ പറയുന്നേ? ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കാൻ പോരാടുവീൻ. എന്നോട് അറിയാവുന്ന ദൈവമക്കൾ ചേർന്ന് പറയണേ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമുള്ളതും വഴി വിശാലമുള്ളതും അതിലൂടെ പോകുന്നവർ വളരെയുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും അതിൻ്റെ പാത ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാകുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ നാഥൻ പറയുകയാണ് കേട്ടോ, അക്കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ കാലത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ 30 വെള്ളിക്കാശിന്റെ തിളക്കത്തിൽ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് കാൽവറിയിൽ കൈകാലുകൾ ആണിക്കൂണായി ഏൽപ്പിച്ച് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കല്ലറയിൽ ശവസംസ്കരിക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ച് കാവൽ പടയാളികളുടെ കാൽമുട്ടുകൾ കിടുകിട വിറപ്പിച്ച് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി പിതൃവലഭാഗെ മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ കൈകളിൽ ചെങ്കോൽ പിടിച്ചുകൊണ്ട് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറേനായ യേശു ഉറപ്പിച്ചു പറയുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിലുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വാതിലുണ്ട്. ആളെണ്ണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ആള് ചുരുക്കമാണെങ്കിലും നിത്യജീവന്റെ വഴി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഇത് സാധാരണ വഴിയല്ല, ഇത് നിത്യജീവങ്കിലേക്കുള്ള വഴിയാണ്. മറുവശത്തൊരു വഴിയുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വഴി. നിങ്ങൾ അറിയണം, അതേ മത്തായി 7:22 നമ്മുടെ കർത്താവ് പറയുകയാണ്, അന്തിമ വിധി ദിനം വരുന്നു. കൈവിടപ്പെടാൻ തുടങ്ങുകയാണ് ഒരു വലിയ പറ്റം ആളുകൾ. കൈവിടപ്പെടുന്ന ആളുകളുടെ അവകാശവാദം കേൾക്കണോ? കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സ്തോത്രം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് തീർത്തു പറയും. ജനക്കൂട്ടത്തിന്റെ നടുവിൽ വൈകാരിക വിപ്ലവം നടത്തുന്നതിനേക്കാൾ, പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിച്ച് നിത്യതയിലെത്തുന്ന ഒരു ചെറിയ പറ്റത്തെ കണ്ടുകൊണ്ട് കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് രാത്രി മുന്നറിയിപ്പ് നൽകുന്നു. ആ തീപ്പൊയ്ക കത്തി ജ്വലിച്ചു കിടക്കുന്നു. അത് സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഞാനിന്ന് രാത്രി ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് പറയുന്നത് കോട്ടയം പുഷ്പരാജിന്റെ ഡിറ്റക്റ്റീവ് നോവലിന്റെ കൊട്ടേഷൻ അല്ല കേട്ടോ. ഡാക്കിനി അമ്മൂമ്മയുടെ കഥ പറയാനല്ല പാസ്റ്റർ രാജു മേത്ര ഈ വേദിയിൽ നിൽക്കുന്നത്.
കുഞ്ചിക്കുറുപ്പും പൊന്നമ്മ സൂപ്പറണ്ടും ഫലിത ബിന്ദുക്കളും പറഞ്ഞ് സദസ്സിനെ ചിരിപ്പിക്കാനല്ല എൻ്റെ ഉദ്ദേശം. ഇരിക്കുന്ന ഒരുത്തനും ചിരിച്ചെഴുന്നേൽക്കരുത്. ഇന്ന് രാത്രി നിങ്ങൾ കരഞ്ഞെഴുന്നേൽക്കണം. സുവിശേഷത്തിന്റെ ശബ്ദം മുഴങ്ങുന്നിടത്ത് ചിരിയുടെ വ്യതിവേദി അല്ല എന്ന് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നെങ്കിൽ നിങ്ങളുടെ നിത്യതയോട് ബന്ധപ്പെട്ട് സ്വർഗം നിങ്ങളുടെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ തിരിച്ചറിയട്ടെ, അന്തിമ അഗ്നിപ്പൊയ്യ എന്ന നരകവിധി സത്യമാണോ? ചില ആളുകൾ പറയാറുണ്ട്, പാസ്റ്ററേ ഇതെന്താ പറഞ്ഞു പേടിപ്പിക്കുകയാണോ? ഒരിക്കലൊരു സുഹൃത്ത് നരകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പുള്ളിക്ക് അങ്ങോട്ട് പോയാ മതി. അങ്ങനെയുള്ള ധാരണ വീഗാലാൻഡിൽ പോന്ന പോലെ നരകത്തിൽ പോന്നെന്നാ. ഒരിക്കൽ DL മൂഡി എന്ന കർത്തൃദാസൻ ഒരു പ്രഭാത സവാരിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ പാസ് ചെയ്ത് ഒരു കുതിരയിൽ പോയി. അങ്ങോട്ട് പോയിട്ട് ഇദ്ദേഹം DL മൂഡി ഉപദേശിയാന്ന് മനസ്സിലാക്കിയപ്പം പുള്ളി കുതിരയെ തിരിച്ചു നിർത്തി. അടുക്കലോട്ട് വന്നിട്ട് ചോദിച്ചു, ഉപദേശി DL മൂഡി അല്ലേ, നരകത്തിലോട്ട് പോകുന്ന വഴി ഏതാന്ന് പറയാമോ? സ്തോത്രം. അപ്പം മൂടി പറഞ്ഞു, കുഞ്ഞേ ഞാൻ നരകത്തിൽ പോകുന്ന വഴി പറഞ്ഞു കൊടുക്കാറില്ല, ഞാൻ സ്വർഗത്തിൽ പോകുന്ന വഴിയേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. എനിക്ക് നരകത്തിൽ പോയാൽ മതി. ഇവൻ്റെ മുഖഭാവവും സംഭാഷണ ശൈലിയും ഒക്കെ കേട്ടപ്പോൾ മൂടി പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ ഈ വഴിക്ക് അങ്ങ് പോയാൽ മതി, അധികം താമസിക്കാതെ അങ്ങ് ചെല്ലും. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, ഇദ്ദേഹം ഒരു കയറ്റം കയറി ഇറക്കമിറങ്ങി വരുമ്പോൾ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു കുതിരയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞു കിടത്ത് മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡി പൊക്കി ഉയർത്താൻ നാട്ടുകാർ പരിശ്രമിക്കുകയാണ്. ഓടി ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ ആ കുതിരയുടെ അടിയിൽപ്പെട്ട് ചത്തു കിടക്കുന്നത് മറ്റാരുമല്ല, നരകത്തിലോട്ട് വഴി ചോദിച്ച മനുഷ്യനാ. അയാളുടെ ബോഡിക്ക് മുൻപിൽ നിന്ന് മൂടി ഇങ്ങനെ പറഞ്ഞു, ചെറുപ്പക്കാരാ, സ്വർഗത്തിലോട്ട് പോകാൻ ഉള്ള വഴി പറഞ്ഞു തരാൻ ഞാൻ നിനക്ക് കൊതിച്ചു, പക്ഷെ നിനക്ക് നരകത്തിലോട്ടുള്ള വഴി മതിയായിരുന്നു. ഇത്ര പെട്ടെന്ന് നീ അവിടെ ചെല്ലുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ചേർത്ത് നിത്യശിക്ഷാവിധി യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കണം. ഞാൻ ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ മനുഷ്യന് വിശദീകരിക്കാൻ കഴിയാത്ത ആത്മലോകമുണ്ടോ എന്നൊരു ചോദ്യം പ്രാരംഭമായി ഉന്നയിക്കുകയാണ്. ആത്മലോക സത്യമാണോ? പ്രേതം, ഭൂതം, പിശാച്, നരകം എന്നിവയെക്കുറിച്ചുള്ള സങ്കല്പം മാത്രമാണോ യാഥാർത്ഥ്യമുണ്ടോ? നമുക്കറിയാം, സങ്കല്പം, യാഥാർത്ഥ്യം ഇവ തികച്ചും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഭാർഗവി നിലയം എന്ന ഒരു നോവലുണ്ട്. ആ നോവലിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഭാർഗവി എന്ന ഒരു സ്ത്രീയോട് ബന്ധപ്പെട്ടാണ് ആ നോവൽ. ഞാൻ എന്തിനാ ഇപ്പോഴിത് വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് സങ്കല്പം തന്നെയല്ല, അതിനകത്ത് ചില ഭാവനകൾ കൂടെയുണ്ട്. ഇദ്ദേഹത്തിന് ഇങ്ങനെ സാമ്പത്തികമായി ഉയർച്ചയില്ലാതെ വളരെ ഞെരുങ്ങി മുൻപോട്ട് പോകുന്ന സമയത്ത് വില കുറഞ്ഞ ഒരു വാടക വീട് എടുക്കണം എന്നാഗ്രഹിച്ച് അദ്ദേഹം താല്പര്യപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഒരു വാടക വീട് കിട്ടി. വളരെ വില കുറവായിരുന്നു. പക്ഷേ ആ വീട്ടിൽ താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്ക്, ആ മണ്ണെണ്ണ വിളക്ക് എണ്ണ തീരുന്നത് കണ്ടുകൊണ്ട് അതിൻ്റെ തിരി താഴ്ത്തി. ഇന്നത്തെ പിള്ളേരോട് മണ്ണെണ്ണ വിളക്കിൻ്റെ തിരി താഴ്ത്തി എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. സ്തോത്രം. അതിൻ്റെ തിരി താഴ്ത്തി വെച്ചിട്ട് എണ്ണ അവസാനിക്കാൻ തുടങ്ങുക. തിരി താഴ്ത്തി വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് ചെന്ന് ഇച്ചിരി മണ്ണെണ്ണ വാങ്ങിക്കാൻ ബഷീർ പോകുകയാണ്. മണ്ണെണ്ണ വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയം ആ മുറിക്കകത്ത് അസാധാരണമായ വെട്ടം. താൻ വന്ന് ജനലിലൂടെ അകത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, മണ്ണെണ്ണ വിളക്കിനകത്ത് നിന്ന് ഒരു നീല ജ്വാല ഉയർന്ന് ആ മുറി മുഴുവൻ കത്തിപ്രകാശിക്കുകയാണ്. തനിക്ക് ഭയവും അത്ഭുതവും തോന്നി. താൻ അന്വേഷിച്ചപ്പോൾ ഒരു സത്യം മനസ്സിലായി. ഭാർഗവി എന്നൊരു സ്ത്രീ തൊട്ടടുത്ത കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. ആത്മഹത്യക്ക് ശേഷം ആ വീട് സാധാരണഗതിയിൽ പ്രേതാലയം പോലെ കിടക്കുകയാണ്. ആരും വാടകയ്ക്ക് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിന് വാടകയ്ക്ക് കൊടുക്കാനില്ലാതിരിക്കുമ്പോൾ ആർക്കും ധൈര്യത്തോടെ വാടകയ്ക്ക് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ തനിക്ക് അതിൻ്റെ പേരിലാണ് ഇത് വാടക വില കുറച്ച് കിട്ടിയത്. അതിനെ കേന്ദ്രീകരിച്ചാണ്
അദ്ദേഹം ഭാർഗവി നിലയം എന്ന ആ സാഹിത്യ ഗ്രന്ഥം എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, രാത്രിയിൽ ആ നീല വെളിച്ചം ഉയർന്നു കത്തി ആ മുറിയെ വെട്ടിത്തിളങ്ങുമാറാക്കിയതിൻ്റെ പുറകിലെ സംഭവം എന്താ അറിയില്ല. ഞാനൊരു വസ്തുത പറയാം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. ഇത് നടന്ന സംഭവമാണ്. അയാളുടെ അനുഭവം പറഞ്ഞിരിക്കുക. മുറിയെടുത്ത ലോഡ്ജിൽ അയാൾ കിടന്നുറങ്ങുകയാണ്. മുറിയെക്കുറിച്ചോ ആ മുറിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചോ യാത്രക്കാരൻ അറിയില്ല. അയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയം പെട്ടെന്ന് അയാൾ ഞെട്ടിത്തരിച്ചൊരു സ്വപ്നം കാണുകയാണ്. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൽ ഒരു യുവതിയുടെ ഡെഡ് ബോഡി തൂങ്ങിക്കിടന്ന് പിടയ്ക്കുന്നു. സ്തോത്രം. പെട്ടെന്ന് ഇയാൾ ചാടി എണീറ്റു. ഇയാളെ അടിമുടി വെട്ടി വിയർത്ത് വിറച്ചു. ഇയാൾ രാത്രിയിൽ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. അതിപ്രഭാതമായപ്പോൾ ഈ ലോഡ്ജിന്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു, ആ മുറിക്കകത്ത് അസുഖകരമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ലോഡ്ജിന്റെ ഓഫീസിലിരിക്കുന്ന ആൾ പറഞ്ഞു, 6 മാസം മുൻപ് ആ മുറിയിൽ ഒരു സ്ത്രീ മുറിയെടുത്തിട്ട് അതിൽ ആത്മഹത്യ ചെയ്ത് ഫാനിൽ കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ട്. ഈ മരണവും ഇയാളുടെ സ്വപ്നവും തമ്മിൽ എന്താണ് ബന്ധം? ഒരു പുരോഹിതൻ പറഞ്ഞ ഒരു കൊച്ചു സംഭവം ഞാൻ പറയാം. അദ്ദേഹം തൻ്റെ പാഴ്സനേജിലിരിക്കുമ്പോൾ ഒരാൾ കോരിച്ചൊരിയുന്ന മഴയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങി നോക്കിയപ്പോൾ പെൺകുട്ടിയാണ്. ചുടിദാർ ധരിച്ച് ഒരു പെൺകുട്ടി വാതിക്കൽ നിൽക്കുന്നു. പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: എൻ്റെ പിതാവിന് രോഗം വളരെ മൂർച്ഛിച്ചിരിക്കുകയാണ്, അച്ഛൻ അവിടെ വരെ ഒന്ന് വരണം. അദ്ദേഹം തന്നെ സാക്ഷ്യം വിശദീകരിച്ചിട്ടുണ്ട്. താൻ കൊട ചൂടി ഈ പെൺകുട്ടിയോട് സംസാരിച്ച് മെയിൻ ലൈനിലേക്ക്, റോഡിലേക്ക് ഇറങ്ങി. ബസ്സിൽ കയറി ആ വീട്ടിലേക്ക് ചെന്നു. ആ വീടിൻ്റെ വാതിക്കൽ ഇറങ്ങി അകത്തോട്ട് കയറുന്നതിന് എൻട്രൻസിൽ വന്ന് ബെല്ലടിച്ചു. പുറകിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ പെൺകുട്ടിയെ കാണുന്നില്ലെങ്കിലും വീട്ടിൽ കയറിയിട്ടുണ്ടാകാം എന്ന് വിചാരിച്ചാണ് ബെല്ലടിച്ചത്. ബെല്ലടിച്ചപ്പോൾ പെട്ടെന്ന് വീട്ടമ്മ വന്ന് കതക് തുറന്നു. കതക് തുറക്കുന്ന പ്രത്യേക സമയത്ത്, ദൈവത്തിന് സ്തോത്രം, ആ വീട്ടമ്മ ചോദിച്ചു, അച്ഛൻ എങ്ങനായി വന്നേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മകൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങളുടെ മകളോ? ഞങ്ങൾക്കൊരു മകളെ ഉള്ളായിരുന്നു, അവൾ ഇത്ര നാൾ മുൻപ് ഒരു ആക്സിഡന്റിൽ മരിച്ചല്ലോ. എന്തായാലും അച്ഛൻ വന്നത് നന്നായി. എൻ്റെ ഭർത്താവ് അന്ത്യശ്വാസം വലിച്ചു മരണത്തോടടുക്കുകയാണ്. പ്രാർത്ഥിച്ചു, ആ മനുഷ്യൻ മരിച്ചു. പക്ഷേ അത്ഭുതപ്പെട്ട ഇദ്ദേഹം അമ്മയോട് ചോദിച്ചു, ആ പെൺകുട്ടിയുടെ, തൻ്റെ മകളുടെ ഫോട്ടോ ഒന്ന് കാണണം. ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോയും താൻ കണ്ട രൂപവും ഏതാണ്ട് ഒരുപോലെയായിരുന്നു. താൻ അത്ഭുതപ്പെട്ടു. താൻ പാഴ്സനേജിൽ നിന്ന് വഴിവക്കിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചു പോകുന്നത് ചെരുപ്പൂത്തികൾ കണ്ടോ എന്നറിയാൻ ആ ചെരുപ്പൂത്തികളോട് ചെന്ന് സംസാരിച്ചു. അവർ പറഞ്ഞു, അച്ഛൻ ഒറ്റയ്ക്ക് പിറുപിറുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ട് ചിരിക്കുകയായിരുന്നുവെന്ന്. എന്താണ് ഇതിനകത്തെ യാഥാർത്ഥ്യം? സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ യാഥാർത്ഥ്യമാണോ? ഫാനിൽ കെട്ടിഞ്ഞാന്ന് കിടക്കുന്ന ഒരു യുവതിയുടെ പ്രേതത്തെ കണ്ട് ലോഡ്ജിൽ കയറിപ്പറ്റിയ ആ മനുഷ്യൻ അർദ്ധരാത്രിയിൽ ചാടിയിനീറ്റ് വിയർത്താർത്ഥ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലത് ശുദ്ധ ഭോഷ്കാണ്, ചിലത് 100% പൈശാചികമാണ്, ചിലത് മാനസിക രോഗത്തിൻ്റെ പ്രത്യക്ഷ ഭാവത്തിലെ ചില ലക്ഷണങ്ങളാണ്. എന്നാൽ യേശു ക്രിസ്തു കള്ളം പറയില്ല. അവിടുന്ന് സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ചരിത്രത്തിൽ ഇതുപോലെ സത്യം പറഞ്ഞ ഒരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ല. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു. അവൻ വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യം എൻ്റെ സദസ് കൃത്യതയോടെ മനസ്സിലാക്കണം. യേശു ക്രിസ്തു ഇത് കേൾക്കുന്ന സമയത്ത് ചില ആളുകൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പറയും, അല്ല പാസ്റ്ററെ, പേടിപ്പിക്കുകയാണോ പറഞ്ഞ്? എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, വേദപുസ്തകം നമ്മൾ പഠിച്ചു നോക്കൂ. ഈ പുസ്തകത്തിനകത്ത് പ്രസംഗിച്ച ദൈവദാസന്മാരുടെ പ്രസംഗമെല്ലാം ചിരിപ്പിക്കുന്നതായിരുന്നില്ല, ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഓ, ഒന്നും കൂടെ ശബ്ദം ഉയർത്തി ശക്തിയോടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പ്രസംഗകനാരെന്നറിയാമോ? ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. ഹാനോക്കിന്റെ പ്രസംഗം എന്തായിരുന്നു? ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ പ്രവർത്തികൾ നിമിത്തം
ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരൊക്കെയും ന്യായം വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് അവരെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നു, ന്യായവിധി വരുന്നു, അഗ്നിപ്പൊയ്ക വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞവനായിരുന്നു ഒന്നാമത്തെ പ്രസംഗകൻ. നിങ്ങൾക്കറിയാമോ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പ്രസംഗകൻ ആരായിരുന്നുവെന്ന്? യോഹന്നാൻ സ്നാപകൻ. ചിരിയുടെ ലാഞ്ചന പോലും ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ, അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞേ, കോടാലി വെച്ചിരിക്കുന്നു. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടിത്തീയിലിടുന്നു. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവൻ്റെ കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെച്ച് പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നു. നരകത്തിൻ്റെ തീ കത്തിജ്വലിക്കുന്നു. ആത്മാക്കൾ വിധി വിസ്താരത്തിലെത്തിക്കാൻ യേശു എന്ന ജഡ്ജി വരുന്നു. അതായിരുന്നു പ്രസംഗം. ഇനിയും പ്രവർത്തികളുടെ പുസ്തകത്തിൽ പ്രസംഗിച്ച അപ്പോസ്തലന്മാരോ അല്ല, യോഹന്നാൻ സ്നാപകന്റെ യോഹന്നാന്റെ പുസ്തകത്തിൽ യോഹന്നാന്റെ പുസ്തകം വായിക്കുമ്പോൾ, ആ സുവിശേഷം വായിക്കുമ്പോൾ യേശുവിന്റെ വാക്കുകൾ, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ദൈവക്രോധമല്ലാത്തവന്റെ മേൽ വസിക്കുകയേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തി പറയണം, നരകവിധിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ രക്ഷകനാണ്. അവൻ നരകവിധിയെ കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ തിരുവെഴുത്തിൽ പൗലോസ് എന്ന പ്രഭാഷകൻ തൊട്ടു മുൻപിൽ വന്നു നിൽക്കുന്നത് ചില്ലറക്കാരനല്ല, ഫെലിക്സ് ദ്രുസില്ല ദമ്പതികളാണ്. ജഡ്ജി പത്നി സമേതം സദസ്സിൽ വന്നിരിക്കുന്നു. പ്രസംഗിക്കാൻ ഒരവസരം കൊടുത്തു. പ്രസംഗിക്കാൻ അവസരം കൊടുത്തപ്പോൾ തുടങ്ങി എന്തെന്നറിയാമോ? നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി, ഇവയെക്കുറിച്ച് പ്രസംഗിക്കുകയിൽ ഫെലിക്സ് പരവശനായി. പ്രസംഗത്തിന്റെ ചൂട് കൂടുമ്പം പ്രസംഗകന്മാർക്ക് ആശ്വാസത്തിന് ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം അടുത്തുകൊണ്ട് വെക്കും. അന്ന് അവിടെ പരവേശം പിടിച്ചത് പ്രസംഗിച്ചവനല്ല, പരവേശം പിടിച്ചത് കേട്ടവനാണ്. നരകവിധിയെക്കുറിച്ച് കേട്ടപ്പോൾ രാജാവിന് പരവേശം പിടിച്ചു. കേട്ടോ, കേൾവിക്കാരനെ പരവേശം പിടിപ്പിച്ചാലും വേണ്ടുകയില്ല, ഏൽപ്പിച്ച ദൂത് ഞാൻ മുഖം നോക്കാതെ പറയും എന്ന് ദർശനം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അപ്പോസ്തോലിക പിതാക്കന്മാർ ജനത്തിന് മുൻപിൽ പ്രസംഗിച്ചത് ധൈര്യത്തോടെ ന്യായവിധിയുടെ വചനമായിരുന്നെങ്കിൽ, യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകിയത് നിത്യശിക്ഷാവിധിയുടെ വചനമായിരുന്നുവെങ്കിൽ, പൗലോസിന്റെ പ്രസംഗത്തിൽ പ്രമേയം നിത്യശിക്ഷാവിധിയുടേതായിരുന്നെങ്കിൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ കറതീർന്ന വചനം ഈ രാത്രി വിളിച്ചു പറയുന്നു, നിത്യജീവൻ അർഹമായി സുവിശേഷം ഏറ്റെടുത്തില്ലെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് നിത്യശിക്ഷാവിധിയാണ്. അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ക്രൂശിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിപ്പറ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആ ഒരു ചിന്ത ഭരിക്കണം. നിങ്ങൾക്കറിയാമോ, 450 അടി നീളം, 75 അടി വീതി, 35 അടി പൊക്കമുള്ള ഒരു 10 മാരി ഉണ്ടാക്കി 8 പേർ രക്ഷപ്പെടേണ്ടതിന് നോഹയുടെ കാലത്ത് പ്രളയത്തെ അഭിമുഖീകരിക്കാൻ വന്നപ്പോൾ ഭയഭക്തി നിമിത്തം തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തുവെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ ഭയം നിമിത്തം മുൻപോട്ട് നീങ്ങി. മുന്നറിയിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഭയം നിമിത്തം ജീവിതത്തെ നിത്യതയ്ക്കായി ഒരുക്കിയാൽ അത് ധന്യതയാണ്. എന്നാൽ ഇന്ന് രാത്രി ചിരിച്ചുകൊണ്ട് കൈയടിക്കാനല്ല സുവിശേഷത്തിൻ്റെ മുൻപിലിരിക്കുന്നത്, ഭയത്തോടെ ഒരുങ്ങാനാണ്. ഒറ്റ കാര്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നരകം, നിത്യശിക്ഷാവിധി അഥവാ നരകം, ഇത് യാഥാർത്ഥ്യമാണോ? യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾക്കെടുക്കാം. 1-2 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണേ. ശ്രദ്ധിച്ച് കേൾക്കാൻ, സമയം ചുരുക്കമുണ്ട്. മത്തായി 25-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ, വേഗം വരണം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വേഗം വായിച്ച് സഹായിച്ചാട്ടെ. മത്തായി 25-31 വായിച്ചാട്ടെ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. അതിന് 34-ാം വാക്യം വായിച്ച മോളെ.
രാജാവ് ആ. തന്റെ വലത്തുള്ളവരോട് ആ, അരുളി ചെയ്യും. 41 വാക്യം. 41 അത് തന്നെ. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. സ്തോത്രം. ശ്രദ്ധിക്കണേ, എന്താ യേശുവിന്റെ വാക്കുകൾ? വളരെ കീറി മുറിച്ച് ചിന്തിക്കണം. ഞാൻ പറയുന്ന ഭാവനയല്ല, സങ്കല്പമല്ല. നിങ്ങൾക്കറിയാമോ, നരകമുണ്ടെന്ന് ഇന്ന് ഒരു വലിയ പറ്റം ആളുകൾ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. ഒരു പറ്റം എപ്പിസ്കോപ്പൽ പുരോഹിതന്മാരെ സംബന്ധിച്ചുള്ള സ്ഥിതിവിവര കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആധികാരിക രേഖ ഇങ്ങനെയാണ്: 38% പുരോഹിതന്മാർ നരകമുണ്ടെന്ന് ഈ കാലത്ത് വിശ്വസിക്കുന്നത് അത്ഭുതമായിരിക്കുന്നു. ഞാൻ എന്താ ഇന്ന് രാത്രി ഇത് സൂചിപ്പിക്കുന്നത്? 38% ബൈബിൾ സ്കോളേഴ്സായ പുരോഹിതന്മാർ നരകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ അതിന്റെ അർത്ഥം എന്താ? നരകമില്ല. നരകം ഇല്ല. പോലീസ് ഇല്ലെന്ന് കേൾക്കുന്നതല്ലേ കള്ളനൊരു സുഖം? തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പുമായി നീങ്ങുന്ന തട്ടിപ്പുകാരന് പോലീസ് ഇല്ലെന്ന് കേൾക്കുന്നതാ സുഖം. എന്നാൽ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ എന്റെ രക്ഷകൻ മുഖം നോക്കാതെ വിളിച്ചു പറയുന്നു, അന്തിമ ജഡ്ജിയുടെ വിധിക്ക് മുൻപിൽ ഒരു നരകം കാത്തുകിടക്കുന്നു. ഇനി അടുത്ത ചോദ്യം, നരകത്തെ കുറിച്ചുള്ള പരാമർശനം എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിച്ചു വിലയിരുത്തണം. ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എന്റെ ചോദ്യം, അപ്പോൾ നരകം ഒരുക്കിയിരിക്കുകയാണല്ലേ? ഒരു വലിയ പറ്റം ഭക്തന്മാരായ 80ഓളം ആളുകളുടെ മധ്യത്തിൽ ഒരിക്കൽ ഒരു ദൈവദാസൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവർ നിങ്ങളുടെ ഇടയിൽ എത്ര പേരുണ്ട്? ആ സമയത്ത് ആരുമില്ല കൈപൊക്കാൻ. എന്നാൽ ദൈവത്തിന്റെ കോപവും നിത്യശിക്ഷാവിധിയും എന്നത് ഗ്രഹിച്ച് രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ചോദിച്ച ചോദ്യത്തിന് മുൻപിൽ 80ഓളം ആളുകൾ ഒന്നിച്ച് കൈവക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് ദൈവകോപവും നിത്യശിക്ഷാവിധിയും കേട്ടാണ്. ഇന്ന് ജനത്തെ തെറ്റിദ്ധരിക്കരുത്. ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസത്തിലൂടെ അതെ ഒരുതരം കച്ചവടവൽക്കരിക്കുന്ന മനഃശാസ്ത്ര കൗതുകം നിറഞ്ഞ ഈ സദസ്സുകൾക്ക് നടുവിൽ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് കലർപ്പില്ലാത്ത ജീവന്റെ വചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്റെ തൊലിയുടെ വെളുപ്പ് കൊണ്ട്, നിന്റെ തറവാടിന്റെ മഹത്വം കൊണ്ട്, നീ ജനിച്ചു വീണ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്, നിന്റെ പാരമ്പര്യം കൊണ്ട് സ്വർഗം നിനക്കായി ചായുകയില്ല. നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നിട്ടില്ലെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് നിത്യ നരകം എന്ന ശിക്ഷാവിധിയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പരാമർശം ശ്രദ്ധിക്കണം. ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളുടെ ഹൃദയത്തോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു ഒരുക്കിയിരിക്കുന്നതിലൂടെ കാത്തിരിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചേർന്ന് പറയാം, സ്ഥലം എന്ന് പറഞ്ഞ ശബ്ദം ഉയർത്തി. ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ബോധ്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, എൻ്റെ കർത്താവ് ഒരുക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ ഭാവനയ്ക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ അകം തിളച്ചുകൊണ്ട് നമ്മൾ ആത്മാവിൽ പാടും, മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം, അതിൻ്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. ഇന്ന് രാത്രി അകം കത്തുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അകം കത്തുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഓടിച്ചു പോകുമ്പോൾ ഒന്ന് കണ്ണടഞ്ഞു പോയാൽ പാട്ട പോലെ പൊളിഞ്ഞ് നിന്നെ മൂക്കിൽ പഞ്ഞി വെച്ച് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ കൊണ്ട് കടത്തുന്ന ഒരു പാട്ട വണ്ടി കിട്ടുന്നതിനേക്കാൾ, നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തു വാങ്ങിക്കുന്നതിനേക്കാൾ, ദൈവത്തിന് സ്തോത്രം, സിമന്റ് കൂന കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ഒരു മാൾബിൾ കൊട്ടാരം സ്വന്തമാക്കുന്നതിനേക്കാൾ ഇന്ന് രാത്രി എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുള്ളത് കൊണ്ട് ഞാൻ കിടക്കുന്ന കിടപ്പറയിൽ മരണം എന്നെ തേടിയെത്തിയാൽ എൻ്റെ വിശ്രമം എൻ്റെ രക്ഷ
രക്ഷകൻ ഒരുക്കിയ നിത്യ വീട്ടിലാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി പറയണം, ആ പുത്തനാം യെരൂശലേം, ആ തങ്കക്കുട കെട്ടിടം, ആ കനക കൊട്ടാരം, വിശുദ്ധന്മാരുടെ അത് വാസസ്ഥലം, അത് എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുക. ശ്രദ്ധിക്കണേ, ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗം, അത് ഭക്തന്മാരുടെ അന്തിമ ഡെസ്റ്റിനി. എന്നാൽ സുവിശേഷം അനുസരിക്കാത്ത കൂടപ്പറപ്പേ, താങ്കൾക്കൊരുക്കിയിരിക്കുന്നത് എന്തെന്നറിയാമോ? നിത്യനാശം എന്ന ശിക്ഷാവിധി സ്ഥലം. ഞാൻ മുമ്പേ പറഞ്ഞ പദം ഒന്നുകൂടെ ആവർത്തിക്കാം. ഇത് വീഗാലാൻഡ് അല്ല, ഇത് AC റൂം അല്ല. എന്താണ് ഇത്? ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഇത് ഒരുക്കിയതാരാ? വിയൂർ ജയിൽ തയ്യാറാക്കിയതാരാ? പൂജപ്പുര സെന്റർ ജയിൽ തയ്യാറാക്കിയതാരാ? അവിടുത്തെ തൂക്കുമരവും കഴുകുമരവും ഒരുക്കിയതാരാ? ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ജയിലും അനുബന്ധ സംവിധാനങ്ങളും തയ്യാറാക്കിയത് യാഥാർത്ഥ്യമാണെങ്കിൽ, പ്രപഞ്ച സൃഷ്ടിതാവായ മഹാദൈവം തന്റെ നിത്യതയുടെ പ്ലാനിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു നരകം യാഥാർത്ഥ്യമാണ്. യേശു അത് ഉറപ്പിച്ചു പഠിപ്പിച്ചെങ്കിൽ ചെവി തുറന്ന് കേൾക്കുക. നരകം സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അത് ഒരുക്കപ്പെട്ട സ്ഥലമാണ്. ഇനിയും ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു വാക്യം യെശയ്യാ പ്രവചനത്തിൽ നിങ്ങളൊന്ന് വായിച്ചാട്ടെ. 30:33. വേഗം വായിക്കണേ. യെശയ്യാ 30:33. പെട്ടെന്ന്. യെശയ്യാ 30:33. പെട്ടെന്ന് വായിച്ചാട്ടെ. ഇത്രയും സമയം എടുക്കോ? വേഗം. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗം ഒരു ഭക്തന്റെ അന്തിമ ഡെസ്റ്റിനേഷൻ ആയിരിക്കുന്നത് പോലെ തന്നെ നരകം എന്ന സ്ഥലം ദൈവത്തിന്റെ ഡിസൈനിലുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഇത് കേൾക്കുന്ന സമയത്ത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന ഇരിപ്പിൽ വല്ലാത്ത അസ്വസ്ഥത ചില മുഖങ്ങളിൽ ഞാൻ കാണുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോകുകയെന്നുള്ള മട്ടില്ല ഇരിപ്പ്. സ്തോത്രം അല്ലേ? ഇടത്തിരിക്കുന്നവനും പോക്കാം, വലത്തിരിക്കുന്നവനും പോക്കാം, മുന്നിലും പുറകിലിരിക്കുന്നവനും പോക്കാം. ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും. എൻ്റെ കൂടെ പറപ്പേ, നമ്മളാരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടി മാത്രമാണ്. സ്തോത്രം. എന്നാൽ നമുക്കൊരുക്കിയിരിക്കുന്ന നിത്യ നരകമാണോ നിത്യ സ്വർഗമാണോ എന്നിന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ ഉയർത്തി നിത്യതയെ കണ്ടെഴുന്നേൽക്കാൻ ദൈവാത്മാവ് നിങ്ങളെ ഒരുക്കുന്ന രാത്രിയാണ് ഈ രാത്രി. എൻ്റെ മുൻപിൽ നിന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമക്കളെ പറയാം, നമുക്ക് വേണ്ടി ഒരുക്കിയതല്ല നരകം, അത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയതാണ്. കൃപയാൽ അതിൽ നിന്ന് കാൽവറിയിലെ ചോര കൊണ്ട് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ, വിടുതൽ പ്രാപിച്ചിട്ടുള്ളവർ മാത്രം അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം, അവരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, അവരുടെ ശബ്ദം ഉയർത്തുന്നത് കണ്ടാൽ അറിയാം. അവരിന്ന് ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു മിനിറ്റ് കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്, നിത്യത എനിക്ക് സ്വന്തമാണ്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ദിവ്യമേഘം ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽവിരിക്കുമ്പോൾ, ചില വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് ഇന്ന് രാത്രി ആഴത്തിൽ ചോദിക്കുന്നു ഒറ്റ ചോദ്യം: അത് ഒരുക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ, അത് ദൈവമാണ് ഒരുക്കിയതെങ്കിൽ, ഈ രാത്രി ഒന്നുകൂടെ എടുത്തു പറയാം, അത് ഒരുക്കിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നരകമൊരുക്കിയോ? അതെ. തിരുവെഴുത്ത് പറയുന്നു, കൊലോസ്യ ലേഖനം വായിക്കണം, 1-ാം അധ്യായത്തിന്റെ സ്തോത്രം 15-16. സമയച്ചുരുക്കൊണ്ട് വായിപ്പിക്കുന്നില്ല. ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവനായി സൃഷ്ടിക്കപ്പെട്ടും ഇരിക്കുന്നെങ്കിൽ, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം എൻ്റെ കർത്താവിൻ്റെ പ്ലാനിൻ്റെ ഭാഗമാണെങ്കിൽ, നരകം ഒരുക്കിയതും എൻ്റെ കർത്താവ് തന്നെയാണ്. അനുസരിക്കാത്തവർക്ക് വേണ്ടി അഗ്നി പൊയ്ക എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ അനുസരിക്കുന്നവർക്ക് വേണ്ടി നിത്യ നരകം എൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അവിടെ എത്തിച്ചേരുമെന്ന് ബോധ്യമുള്ള ദൈവമക്കളുടെ നാവിൽ ഈ രാത്രി സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരണം. ഞാൻ പറയട്ടെ, നരകം ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ, സ്വർഗത്തിൻ്റെ പ്രതിനിധികൾ സ്വർഗത്തിൽ എത്തുന്നവരായിരിക്കും. ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കൊലോസ്യ റോമാലേഖനം 9:22 വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കണം. എങ്കിലും ഞാനതൊന്ന് റെഫർ ചെയ്ത് മാത്രം മുൻപോട്ട് പോവുകയാണ്. ദൈവം തൻ്റെ കോപം വെളിപ്പെടുത്തുവാനും
തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനും ഒരുപറ്റം ആളുകളെ കോപത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപറ്റം ആളുകളെ തൻ്റെ ശക്തിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ അവിടുത്തെ സ്നേഹം വെളിപ്പെടുത്തുന്ന കരുണാപാത്രങ്ങൾ? രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. രക്ഷിക്കപ്പെട്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കളുടെ കരമുയർത്തൽ കണ്ടാൽ അറിയാം കേട്ടോ. രക്ഷിക്കപ്പെട്ടവരുടെ കരമുയർത്തൽ കാക്കൈ, അരക്കൈ, മുക്കാക്കൈ വെട്ടി വെട്ടി പൊങ്ങുകല്ല. അവരുടെ കരമുയരും, തന്നെ ഉയരും. നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് തൻ്റെ കോപമല്ല, തൻ്റെ സ്നേഹമാണ്. തൻ്റെ സ്നേഹമാണ് നിന്നിൽ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നന്നായി പാടുന്ന പാട്ടുകാർ തൊട്ട് മുൻപേ വേദിയിലുണ്ടായിരുന്നു. അവർക്കത് വെളിപ്പെടുത്താൻ ഒരു സദസ് ആവശ്യമുണ്ട്. നന്നായിട്ട് കൽപ്പണിയിലൂടെ രൂപമുണ്ടാക്കുന്ന വിദഗ്ധരായ മൈക്കലാഞ്ചലോയെ പോലെയുള്ള വിദഗ്ധ ശില്പികളുണ്ട്. അവർക്കതിന് മാർബിളോ കല്ലോ ആവശ്യമാണ്. നന്നായി ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ട്. അവർക്കതിനൊരു ക്യാൻവാസ് ആവശ്യമാണ്. സദസ്സില്ലാതെ പാട്ടിൻ്റെ മനോഹാരിത മുഴങ്ങത്തില്ലെങ്കിൽ, ദൈവത്തിന് അത് കേൾക്കാൻ സുഖമുള്ള സദസ്സ് വേണമെങ്കിൽ, അതെ, നല്ല വിദഗ്ധനായ കൽപ്പണിക്കാരന് അവൻ്റെ ശില്പപണി വെളിപ്പെടുത്താൻ ഒരു കൽത്തുണ്ട് വേണമെങ്കിൽ, മനോഹരമായ ചിത്രകാരന് തൻ്റെ ചിത്രം വരയ്ക്കാൻ ഒരു ക്യാൻവാസ് വേണമെങ്കിൽ, നിത്യതയ്ക്കായി ഒരുപറ്റം ആളുകളെ ദൈവസ്നേഹം പ്രദർശിപ്പിക്കാൻ എൻ്റെ ദൈവം തയ്യാറാക്കിയ ക്യാൻവാസാണ് ഈ സാധുവായ ഞാനെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങരുത്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കിയ ആ നിത്യതയുടെ ദർശനം ഓർത്താൽ എനിക്ക് മൗനമായി ഇരിക്കാൻ കഴിയുകയില്ല. സാധുവായി എന്നെ നിത്യതയ്ക്ക് അർഹനാക്കാൻ എൻ്റെ ദൈവം സ്നേഹം പകർന്ന പാത്രമാണ്. പ്രാർത്ഥിക്കുന്ന നീയെങ്കിൽ നിന്നിൽ വെളിപ്പെട്ടത് ദൈവ കോപമല്ല, നിന്നിൽ വെളിപ്പെട്ടത് ദൈവ സ്നേഹമാണ്. എന്നാൽ തിരിച്ചറിയണേ, സ്നേഹം വെളിപ്പെടുത്തുന്നതിന് ക്യാൻവാസിൽ ചിത്രം പോലെ കോപം വെളിപ്പെടുത്താൻ ചില മീഡിയങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും നീചന്മാരായ ഭരണാധികാരികളുടെ ചരിത്രം പഠിച്ചാൽ അവരുടെ കോപം വെളിപ്പെടുത്തിയ രംഗങ്ങളുണ്ട്. നീറോയാണ് ചരിത്രത്തിൽ ഞാൻ വായിച്ചതിൽ വെച്ചും ഏറ്റവും നീചനായ ഒരു ഭരണാധികാരി. സ്വന്തം ഭാര്യയെ സ്വന്തം കൈകൊണ്ട് ഞെക്കിക്കൊന്നു. സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ട് കൈമുറുക്കിക്കൊന്നു. എന്തിന്? സ്തോത്രം. വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി ക്രൈസ്തവരെ മെഴുകുശീല ചുറ്റി റോമൻ കൊട്ടാരത്തിൻ്റെ മുൻപിലെ തോട്ടത്തിൽ നിർത്തിയതിന് ശേഷം എല്ലാവരെയും തീ കത്തിച്ച് അവരുടെ ശരീരം പിടയ്ക്കുമ്പോൾ അതിന് നടുവിലൂടെ കയറി ഇറങ്ങി അട്ടഹസിക്കുമായിരുന്നു. അയാളുടെ കോപം വെളിപ്പെടുത്തുകയാണ്. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിക്കുമ്പോൾ അയാൾ നീറോ കോപം വെളിപ്പെടുത്തുകയാണ്. ഇനിയും ഹിറ്റ്ലറിനെ നിങ്ങൾക്കറിയാമോ? ഹിറ്റ്ലർ യഹൂദ ജനതയെ കൂട്ടക്കുരുതി ചെയ്ത ആ നരാധമൻ സ്വന്തം ഭാര്യ ഇവാൻ ബ്രൗണിനോടുകൂടെ ഭൂഗർഭ ബങ്കറിൽ പെട്രോളിൽ തയ്യാറാക്കി വെച്ച പ്ലാനിൽ ആത്മഹത്യ ചെയ്ത ബോഡി കത്തിച്ചു കളഞ്ഞില്ലേ? ആ മനുഷ്യൻ യഹൂദന്മാരോട് ചെയ്ത ക്രൂരത കോപം വെളിപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ചൂളയുടെ ചൂട് മുട്ടുമടക്കാൻ തയ്യാറല്ലാതെ എബ്രായ ബാലന്മാർ നിൽക്കുമ്പോൾ 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. കാര്യം, മഹാരാജാവിൻ്റെ കോപം ചൂളയുടെ ചൂട് കത്തുമ്പോൾ വെളിപ്പെടുകയായിരുന്നു. എന്നാൽ ഞാനീ പ്രസംഗിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ കോപമല്ല. ഞാനീ പ്രസംഗിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, അതെ, മറ്റൊരു ഭരണാധികാരിയുടെ കോപമല്ല. ഞാനീ പ്രസംഗിക്കുന്നത് നിത്യതയുടെ ഭരണാധികാരിയായ ഞാൻ പ്രസംഗിക്കുന്ന മഹാദൈവത്തിൻ്റെ കോപമാണ്. ആ കോപം വെളിപ്പെടുത്താൻ അവൻ്റെ ന്യായവിധിയുടെ ചൂളയുടെ ചൂട് 7 മടങ്ങാക്കി വർദ്ധിപ്പിക്കും. അതിൻ്റെ പേരാണ് നിത്യ നരകം. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ആ നിത്യ നരകം യാഥാർത്ഥ്യമാണോ? ആ നിത്യനരകം യാഥാർത്ഥ്യമാണോ? ശരീരരഹിതമായി ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ടോ? ശരീരരഹിതമായ ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ടോ? റെയ്മൻ മൂഡി എന്ന ഒരു നിരീശ്വരവാദിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ദൈവാസ്തിക നിഷേധിയാണ്. അദ്ദേഹം തന്നെ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രോഗി പെട്ടെന്ന് മരിക്കുന്നു. ദൈവാസ്തിക നിഷേധിയാണ് ഇയാൾ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളല്ല. പെട്ടെന്ന് ഇയാളിൻ്റെ ബോഡി മൂക്കിൽ പഞ്ഞി കുത്തി തിരികെ, ചെവിയിൽ പഞ്ഞി നിറച്ച്, ശരീരം സ്പിരിറ്റ് കൊണ്ട് തുടച്ച് ഫ്യൂണറൽ ഹോമിലേക്ക് കൊടുത്തുവിടാൻ ഒരുക്കുന്ന ഡ്രസ് റൂമിലേക്ക് മാറ്റി. പക്ഷെ ഡ്രസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോഡിയുടെ കൺപോളകൾ ചലിച്ചു. പെട്ടെന്ന് നേഴ്സ് ഓടിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ, ആ ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. ഡോക്ടർ വന്ന് ആ ബോഡിക്ക് പ്രഥമ ശുശ്രൂഷകൾ നൽകി, ഓക്സിജൻ നൽകി.
ആ ആളിൻ്റെ ജീവൻ മടങ്ങി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ അനുഭവം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പോയല്ലോ എന്ന് താങ്കൾ പറയുന്നു ഞാൻ നന്നായി കേട്ടു. ഈ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തേക്കിറങ്ങുമ്പോൾ എൻ്റെ ബോഡി താഴെ കിടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഇത് അമ്മൂമ്മ കഥയല്ലേ കേട്ടോ, അദ്ദേഹം എഴുതുകയാണ്. എന്നിട്ട് ഞാൻ അതിവേഗം ഇവിടെ നിന്ന് യാത്രയായി. എന്നോട് കൂടെ മറ്റൊരാൾ കൂടെ വന്നു. ഞങ്ങൾ 2 പേരും ഒരു വഴിയുടെ വാതിക്കലെത്തി. എൻ്റെ കൂടെ വന്നയാൾ അകത്തേക്ക് വിളിക്കപ്പെട്ടു. ഞാൻ മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി ഈ ശരീരത്തിൽ തിരികെ വന്ന് കയറി. ശരീരത്തിൽ നിന്ന് രൂപരഹിതമായ ഒരു രൂപത്തിലല്ല, ആളത്വപരമായി പുറത്തിറങ്ങുമോ? ഇനിയും ആ ആളത്വത്തിന്, ഈ പുറത്തിറങ്ങുന്ന ആളത്വത്തിന് കേൾക്കാൻ കഴിയുമോ? കാണാൻ കഴിയുമോ? കണ്ടു നിൽക്കുന്ന ആളുകൾ തൻ്റെ ബോഡിയിൽ ഡോക്ടർ നടത്തുന്ന ടെസ്റ്റുകൾ നേരിട്ട് കാണാൻ ഉള്ള ശേഷി ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളത്വത്തിനുണ്ടോ? അന്വേഷണം ആരംഭിച്ചു ഇദ്ദേഹം അന്വേഷണം ആരംഭിച്ചിട്ട് ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന ഒരു ഗ്രന്ഥം കുറിച്ച് അദ്ദേഹം 100ഓളം മരിക്കാൻ തുടങ്ങുന്ന ബോഡിയിൽ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അവസാനം അദ്ദേഹം കുറിച്ച ഗ്രന്ഥത്തിന്റെ ഉപസംഹാര പ്രയോഗം ഞാൻ പറയാം. കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കരങ്ങൾ ഉയർത്തി പറയണം, ഇന്ന് രാത്രി മരണം മനുഷ്യ നിന്നെ തേടിയെത്തിയാൽ നരകം സത്യമാണെന്ന് മാത്രമല്ല, ആത്മാവിനൊരു ആളത്വമുണ്ട്. ഈ ആളത്വം ദൈവം പ്ലാൻ ചെയ്തതാണ്. അതിനെ മാറ്റിക്കുറിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന സകല ദൈവമക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എൻ്റെ പിൻപിലിരിക്കുന്ന അഭിഷിക്തന്മാരിൽ നിന്ന് ഇന്ന് രാത്രി പ്രാർത്ഥന ഉയരണം. ഇത് കേൾക്കാൻ പിശാച് വ്യക്തികളെ അനുവദിക്കില്ല. ഇത് കേട്ടാൽ വിടുവിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ ചെവികളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വചനത്തിന്റെ വ്യാപാര ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ കെട്ടുകളെ ഈ രാത്രി അഴിച്ചെടുക്കുന്ന രാത്രിയാണ്. എൻ്റെ നാഥന്റെ തേജസ്സിന്റെ കരം ചില വ്യക്തികളെ പൊതിയുകയാണ് ഈ രാത്രി. പ്രാർത്ഥിക്കുന്നതിൽ അഭിഷിക്തന്മാര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആത്മാക്കൾ വിടുവിക്കപ്പെടാതിരിക്കത്തക്ക വിധം വ്യാപരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഗ്രൗണ്ടിൽ പൊട്ടി മാറേണ്ടതിന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒപ്പം പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ വാത്സല്യ സഹോദര, ഏത് സമയത്തും പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ മരണം നിന്റെ അടുക്കലെത്തുമ്പോൾ കല്ലറ കൊണ്ട് കഥ തീരില്ല. കല്ലറയ്ക്കപ്പുറത്ത് ശരീരരഹിതമായി ഒരു യാഥാർത്ഥ്യമായ ജീവിതമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ വസ്തുത ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വസ്തുത ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വി ആർ കൃഷ്ണയ്യർ ഓർമ്മയുണ്ടോ? ഭാരതം കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസൻ മലയാള മനോരമയിൽ മരണാനന്തരം എന്ന വിഷയത്തെക്കുറിച്ച് താൻ കുറിച്ച കുറിപ്പിന്റെ ഒടുവിൽ താൻ എഴുതി വെച്ച വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയുടെ മരണം വരെ ഞാനൊരു നിരീശ്വരവാദി, എൻ്റെ ഭാര്യയുടെ മരണാനന്തരം ഞാനൊരു ഈശ്വര വിശ്വാസി. കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ ബൈബിൾ പറയുന്നത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അടിവരയിട്ട് പറയുന്നു, മരണാനന്തരം ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ട്. ഇവിടെയാണ് ഞാനൊരു വസ്തുത മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. മരണത്തിന് ശേഷം ഈ ശരീരരഹിതമായ ആളത്വം ചെല്ലാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിക്കുറിക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയാമോ, ഇത് മാറ്റിക്കുറിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, ഇത് ഫിക്സഡ് സ്ഥലമാണ്. സ്തോത്രം. ധനവാന്റെയും ലാസറിന്റെയും സംഭവ കഥ സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി, ഒന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഞാൻ പറയട്ടെ, ധനവാന്റെയും ലാസറിന്റെയും സംഭവ കഥയ്ക്കകത്ത് ഉള്ള വസ്തുതകളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ക്രൈസ്തവ സഭയ്ക്കകത്ത് 2000-ഓളം സംഘടനകളുണ്ട്. കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, CSI, CNI, ഇവാഞ്ചലിക്കൽ, പത്യം
ദീപന്തിക്കോസ്, ഫ്രീ പെന്തിക്കോസ്, കാൽവറി, കല്ലുമല, IPC, ചർച്ച് ഓഫ് ഗോഡ്, ശാരോന, ദേവ്, അങ്ങനെ നെല്ലിക്കാ ചാക്കിൻ്റെ കുത്തഴിച്ച് വിട്ടതുപോലെ ഒരുപാട് സംഘടനയുണ്ട്. ഇതിനകത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം വിശ്വസിക്കുന്നത് ബസ്പുർഖാന എന്നതൊരു യാഥാർത്ഥ്യമാക്കാമെന്ന. എന്താ ബസ്പുർഖാന? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാലം. നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട മാർപ്പാപ്പായുടെ തലയിലെ കിരീടത്തിൽ വെച്ചിരിക്കുന്ന ശ്രദ്ധേയമായ പേരുണ്ട്, പൊന്തിഫിക്സ് മാക്സ്. അർത്ഥമെന്താ? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാലം തീർക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിച്ചു മരിച്ചാലും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൊണ്ടും കുർബാന കൊണ്ടും ഈ ആളിനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിക്കാൻ ധർമ്മകർമ്മങ്ങൾക്ക് കഴിയുമെന്ന്. എന്നാൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിനകത്ത് യേശുവിൻ്റെ വാക്കുകളെ അടിവരയിട്ട് ഞാൻ വിളിച്ചു പറയുന്നു. വാഴക്കൊല വെട്ടി ചന്തയിൽ വിറ്റതിന് ശേഷം പിണ്ടിക്ക് വളമിടുന്നത് പോലെയുള്ളൂ മരണാനന്തരം ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാൻ നടത്തുന്ന സകല പ്രക്രിയയും. അത് നടക്കത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞത് നസറേയനായ യേശുവാണ്. നിങ്ങൾ രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. തിരുവെഴുത്തിലേക്ക് വേഗം ഒന്ന് വന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുൻപിൽ ആ ഭാഗം ഒന്ന് കൊണ്ടുവരാം. തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 25-ാമത്തെ വാക്യം, 16-25 വായിച്ചാട്ടെ. അബ്രഹാം മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് അറിയുന്നുവല്ലോ. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. വായിച്ചാട്ടെ. നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പ്. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. ഉണ്ടായിരിക്കുന്നു എന്നല്ല, ഉണ്ടാക്കിയിരിക്കുന്നു. വായിച്ചാട്ടെ. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. കേട്ടോ, ചെവി തുറന്ന് കേൾക്കണേ. ധർമ്മകർമ്മ സമൂഹങ്ങളുടെ എന്തെല്ലാം ഉരുളുനേർച്ചയോ സംവിധാനങ്ങളോ ഉയർത്തിയാലും ശ്വാസം അസ്തമിച്ച് കഴിഞ്ഞാൽ നിന്റെ നരകത്തിലേക്കുള്ള യാത്ര അറസ്റ്റ് വാറന്റും, പ്രാർത്ഥിക്കുന്നവർ ദൈവവൈതലാണെങ്കിൽ നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര പ്രമോഷനുമായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്ഥലം മാറ്റം പറ്റില്ല. ഏത് സഭാധ്യക്ഷൻ വിളിച്ചു പറഞ്ഞാലും അങ്ങനെ ഒരു പാലം തീർക്കാൻ സാധ്യമല്ല. കൃപയാൽ ഇത് കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഈ രാത്രി കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഈ രാത്രി ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില ബന്ധനങ്ങളെ കർത്താവ് ഇതിനകത്ത് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇതിനകത്ത് ചില വ്യക്തികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ എൻ്റെ ദൈവം ഇന്ന് രാത്രി അഴിച്ചു മാറ്റിയിട്ട് ദൈവത്തിന് സ്തോത്രം, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ച് ചില വ്യക്തികളെ വിടുതലിലേക്ക് കൊണ്ടുവരുവാൻ അവിടുത്തെ കരം ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്ര. ഗായക സംഘം ഒന്ന് എഴുന്നേറ്റ് മുൻപോട്ട് കടന്നു വരും. ഞാൻ ഈ രാത്രി നിങ്ങളോട് പറയാം, ഏത് സമയത്താണ് പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ നിന്റെ അടുക്കൽ മരണം വരുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംസാരിച്ചിട്ട് പുറത്തോട്ടിറങ്ങി. നടന്ന സംഭവം. പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു. എൻ്റെ ഒരു ബന്ധുവാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: പാസ്റ്ററേ, ഇപ്പോഴാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊന്ന് ഇരുന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, അത്ഭുതകരമായിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി, ഒത്തിരി കാര്യങ്ങൾ നന്നായി ചിന്തിക്കാനിടയായി. പക്ഷേ അന്ന് വൈകിട്ട് ഒരു വാർത്ത അറിഞ്ഞു. സ്വന്തം ഭാര്യയുമായി ഒരുമിച്ച് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയം നെഞ്ചിനകത്തൊരു അസ്വസ്ഥത തോന്നി. കുഴഞ്ഞ നിലത്തോട്ട് വീണു. പെട്ടെന്ന് ഇദ്ദേഹത്തെ ഒരു സംഘം കാർഡിയാക് ഡോക്ടേഴ്സിൻ്റെ നടുക്കെത്തിച്ചു. ഡോക്ടേഴ്സിനോട് കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത അറ്റാക്ക് പോയി. മോർച്ചറിയിലേക്ക്, അടുത്തത് സെമിറ്ററിയിലേക്ക്. ഞാൻ ഇന്ന് രാത്രി ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം റാന്നിയിൽ ഞങ്ങളുടെ അടുക്കൽ, ഞാൻ രാവിലെ ഒരു സൈക്ലിങ്ങിന് ഇറങ്ങുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ടവർ ചേർന്ന് പറഞ്ഞു, പാസ്റ്ററേ, ഇന്ന സണ്ണി ബ്രദർ മരിച്ചു കേട്ടോ.
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നലെ വൈകിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടതാണല്ലോ, സംസാരിച്ചതാണല്ലോ. പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്കിരുന്നു, എന്നിട്ട് ഭാര്യയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, താനും പ്രാർത്ഥിച്ചു. ഭാര്യയോട് ചായ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് ടാപ്പ് ചെയ്യാൻ കുറച്ച് മരമുണ്ടായിരുന്നു, അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി കൂടയും കത്തിയും എടുത്തു വെച്ചതിന് ശേഷം വീടിൻ്റെ മുൻപിലത്തെ സിറ്റ് ഔട്ടിലുള്ള സോഫയിലേക്ക് പകുതി ചാരി ഒന്ന് കിടന്നതാണ്. ഭാര്യ ചായയുമായി വന്ന് കുലുക്കി വിളിച്ചപ്പോൾ അടിമുടി വെട്ടി വിറച്ച് വിയർത്ത് കിടക്കുക. നോക്കിയപ്പോൾ തണുത്തു കഴിഞ്ഞു. നേഴ്സായിരുന്ന ഭാര്യ നാടി പിടിച്ച് നോക്കിയപ്പോൾ പോയി കഴിഞ്ഞു. ഞാനിന്ന് രാത്രി പറയട്ടെ, തിരിഞ്ഞൊന്ന് ചിന്തിക്കാൻ കഴിയാതെ ആള് ഈ മണ്ണ് വിട്ടു പോയി. ഈ ദൂതിന്ന് രാത്രിയിൽ നിങ്ങളുടെ നേരെ മുഴങ്ങുമ്പോൾ മരണം എന്ന വാതിലിലൂടെ ശരീരരഹിതമായ ആത്മാവ് പറുദീസയിലേക്ക് യാത്ര ചെയ്യുമോ, നരകത്തിയിലേക്ക് യാത്ര ചെയ്യുമോ? വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, സ്തോത്രം. നിന്റെ കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ വെട്ടിയെടുത്തെറിഞ്ഞു കളക. നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നെങ്കിൽ ചുഴന്നെടുത്തെറിഞ്ഞു കളക. അവയവങ്ങൾ ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ബലഹീനനായി സ്വർഗത്തിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. അവിടുത്തെ തീ കെടുകയില്ല, അവിടുത്തെ പുഴു ചാകുകയില്ല, അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും കേട്ടോ. പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വീഗാലാൻഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, മത്തി ഉപ്പ് ഉറയ്ക്കിടുന്നത് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തിക്കും. മത്തി ഉറയ്ക്കിടുന്നത് അല്ലെങ്കിൽ മീൻ ഉറയ്ക്കിടുന്നത് എങ്ങനെയാ? കുറച്ച് മീൻ അങ്ങോട്ട് അടുക്കും, അതിൻ്റെ മുകളിൽ ഉപ്പ് അങ്ങോട്ട് നിരത്തും, അതിൻ്റെ പുറത്ത് വീണ്ടും അത്തി അടുക്കും, അല്ലെ മീൻ എടുക്കും, വീണ്ടും അതേ ഉപ്പെടുക്കും എന്ന് പറഞ്ഞാൽ ഉപ്പിനകത്ത് പൊതിഞ്ഞു നിർത്തിയിരിക്കുക. അങ്ങനാണെങ്കിൽ തീക്കകത്ത് കിടന്ന് ധനവാൻ പെടയുന്ന സമയം കാണാമയാൾക്ക്, കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, കാണാമയാൾക്ക്, കേൾക്കാം അയാൾക്ക്. ഇനിയും കാഴ്ചശക്തി അങ്ങ് പറുദീസയിലിരിക്കുന്ന അബ്രഹാമിന്റെ മടി വരെ പോകുന്നുണ്ട്. ഇന്ന് കണ്ണാടി വെച്ചേ വായിക്കാൻ പറ്റത്തുള്ളൂ, അവിടെ ചെന്ന് കഴിയുമ്പോൾ കണ്ണാടിയൊന്നും ആവശ്യമായി വരികയില്ല. ഇനി അതിനെക്കാട്ടിലുപരി വീട്ടുകാര്യം ഓർമ്മ വരും. അപ്പോൾ ഓർമ്മ നശിക്കാത്ത, ഈ രാത്രി ചെവി തുറന്ന് കേൾക്കണം, ഓർമ്മ നശിക്കാത്ത, ശരീരത്തിൽ ചൂടിന്റെ പ്രത്യേകത അറിയാവുന്ന, നാവ് ദാഹം കൊണ്ട് വരളുന്ന ഒരു സ്ഥലമാണ് ഈ നരകമെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു വഴിയുണ്ടെങ്കിൽ അത് യേശുവിന്റെ കാൽവറി ബലിമരണമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും? സുവിശേഷം അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് നിത്യശിക്ഷാവിധി അനുഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ അഗ്നിപ്പൊയ്ക മനുഷ്യ സമുദായത്തെ കാത്തു കിടക്കുന്നു. അത് പിശാചിന് ഒരുക്കപ്പെട്ട വഴിയാണ്. എല്ലാവരും ചേർന്ന് ഒന്ന് പാടണം, എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്നത് ഓർക്കായിൽ എത്ര കഷ്ടമേ. ഗായക സംഘത്തോട് ചേർന്ന് ആ കരങ്ങൾ ഉയർത്തി സ്വന്തം ജീവിതത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്തി പാടാമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ഒന്ന് ചേർന്ന് പാടിക്കാട്ടെ. എപ്പോഴാണ് എൻ്റെ സോദരാ, എപ്പോഴാണ് എൻ്റെ സോദരാ ശബ്ദം ഉയർത്തി മൃത്യു